2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏതാണ്? ആൻസർ അഗ്നി 5. പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നതാണ്. മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി വനിത ആരാണ്? ആൻസർ ഷീന റാണി. തിരുവനന്തപുരം സ്വദേശിനിയാണ് ഷീന റാണി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ആൻസർ ഡോക്ടർ PK രാധാമണി. അമൃതപ്രീതത്തിൻ്റെ അക്ഷരോം കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി. കന്നഡ വിഭാഗത്തിൽ പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? ആൻസർ KK ഗംഗാധരൻ. മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. പുരസ്കാരം ലഭിച്ച കൃതി മലയാളം കഥകളു. 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാത ഏതാണ്? ആൻസർ അരുണാചൽ പ്രദേശിലെ സെല ടണൽ. സെല ടണൽ ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഏതാണ്? ആൻസർ ഇൻസ്റ്റാഗ്രാം. 2024 സന്തോഷ് ട്രോഫി വിജയികൾ. ആൻസർ സർവീസസ്. അരുണാചൽ പ്രദേശിലെ യൂപ്പിയ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു സന്തോഷ് ട്രോഫി മത്സരം നടന്നത്. ഫൈനലിൽ ഗോവയെ പരാജയപ്പെടുത്തിയാണ് സർവീസസ് സന്തോഷ് ട്രോഫി കരസ്ഥമാക്കിയത്. 7ാം തവണയാണ് സർവീസസിന് സന്തോഷ് ട്രോഫി കിരീടം ലഭിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തത്തകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗം. ആൻസർ സിറ്റാകോസിസ് അഥവാ തത്തപ്പനി. 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല ഏതാണ്? ആൻസർ ബൈംചം. പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ ഏതാണ്? ആൻസർ കേരളം. ഇന്ത്യയിലെ ആദ്യ 8 വരി എലവേറ്റഡ് ഹൈവേ ഏതാണ്? ആൻസർ ദ്വാരക എക്സ്പ്രസ് വേ. ദ്വാരക എക്സ്പ്രസ് വേ ഡൽഹി വിമാനത്താവളത്തെയും ഗുരുഗ്രാം ബൈപ്പാസിനെയും ബന്ധിപ്പിക്കുന്നു. പാകിസ്ഥാൻ്റെ എത്രാമത്തെ പ്രസിഡന്റായിട്ടാണ് ആസിഫ് അലി സർദാരി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ 14ാമത്തെ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ 7ാമത് ചെയർമാനായി ചുമതലയേറ്റത് ആരാണ്? ആൻസർ കിഷോർ മക്വാന. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യം ഏതാണ്? ആൻസർ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക്സ് സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ ഒഡീഷയിലെ ഭുവനേശ്വറിൽ. 2024 മാർച്ചിൽ നടന്ന പോർച്ചുഗൽ ഫൻറ്റാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ടൊവിനോ തോമസ്. ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത അദൃശ്യജാലകങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ടൊവിനോ തോമസിന് പുരസ്കാരം ലഭിച്ചത്. വ്യോമാതിർത്തിയിൽ എത്തുന്ന ഡ്രോൺ പോലെയുള്ള നുഴഞ്ഞുകയറ്റങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ UK പ്രതിരോധ സേന വികസിപ്പിച്ച അത്യാധുനിക ലേസർ ആയുധം ഏതാണ്? ആൻസർ ഡ്രാഗൺ ഫയർ. നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരശേഖരണം ഉൾപ്പെടുത്തി നീതി ആയോഗ് ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ആൻസർ നീതി ഫോർ സ്റ്റേറ്റ്സ്. ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് എത്തിയ ഇന്ത്യൻ താരം ആരാണ്? ആൻസർ R അശ്വിൻ. 100ാമത്തെ ടെസ്റ്റിലെ ഒരു ബൗളറുടെ മികച്ച ബൗളിംഗ് ഫിംഗർ നേട്ടം R അശ്വിൻ സ്വന്തമാക്കിയത് ആരുടെ റെക്കോർഡ് മറികടന്നാണ്? ആൻസർ മുത്തയ്യ മുരളീധരൻ. മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് വേൾഡ് റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ അസന്തുഷ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം? ആൻസർ 11. ഇപ്പോഴത്തെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ്? ആൻസർ ചമ്പൈ സോറൻ. 2024 മാർച്ച് പ്രകാരം
ICC ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും ഒന്നാമത് ഉള്ള രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യ. ഗർഭഛിദ്രം നടത്താനുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഭരണഘടനാപരമായ അവകാശമാക്കിയ ആദ്യ രാജ്യം ഏതാണ്? ആൻസർ ഫ്രാൻസ്. മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രം ഏതാണ്? ആൻസർ മഞ്ഞുമൽ ബോയ്സ്. 2018 എന്ന സിനിമയുടെ റെക്കോർഡ് ആണ് മഞ്ഞുമൽ ബോയ്സ് തകർത്തത്. കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്കുള്ള ആദ്യത്തെ ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ ശ്രീകാര്യം. സാക്ഷരതാ മിഷൻ നടത്തുന്ന ചങ്ങാതി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിൽ തൊഴിലാളികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകും. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി KG ജ്യോതിർ ഘോഷ് രചിച്ച പുസ്തകമേത്? ആൻസർ ഗുരു തിരിച്ചു വന്നപ്പോൾ. 2024 മാർച്ചിൽ രാജസ്ഥാനിലെ പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേന സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര്? ആൻസർ ഭാരത് ശക്തി. വിഖ്യാത കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയേൽ ഗാർഡിയ മാർക്കോസിൻ്റെ അവസാന നോവൽ ഏതാണ്? ആൻസർ അണ്ടിൽ ഓഗസ്റ്റ് അഥവാ ഓഗസ്റ്റ് വരെ. 2023 UN സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തെയാണ്? ആൻസർ 112. 166 രാജ്യങ്ങൾക്കിടയിലാണ് പഠനം നടത്തിയത്. 1-ാം സ്ഥാനത്ത് ഫിൻലാൻഡാണ്. 2024 മുംബൈയിൽ നടന്ന 71ാമത് സൗന്ദര്യ മത്സരത്തിൽ ലോക സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ക്രിസ്റ്റ്യാന പിസ്കോവ. 2024 മാർച്ചിൽ ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി ആരാണ്? ആൻസർ AS രാജീവ്. കോട്ടയം സ്വദേശിയാണ് AS രാജീവ്. ഇന്ത്യയുടെ മുഖ്യ വിജിലൻസ് കമ്മീഷണർ ആരാണ്? ആൻസർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. എത്രാമത്തെ തവണയാണ് രഞ്ജി ട്രോഫി കിരീടം മുംബൈ സ്വന്തമാക്കുന്നത്? ആൻസർ 42. ചന്ദ്രനിൽ നിന്ന് പാറക്കഷ്ണങ്ങളും മണ്ണും ശാസ്ത്രീയ പഠനങ്ങൾക്കായി ഭൂമിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജപ്പാനുമായി സഹകരിച്ച് ISRO നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ദൗത്യം ഏതാണ്? ആൻസർ ലൂപെക്സ് അഥവാ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻസർ കോഴിക്കോട്. ഇന്ത്യയിൽ ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ അരുണാചൽ പ്രദേശ്. വനിതാ സ്വയം സഹായക സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? ആൻസർ നമോ ഡ്രോൺ ദീദി. ബില്ലിലൂടെ പാസാക്കിയ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഉത്തരാഖണ്ഡ്. 2024 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപാന പുരസ്കാര ജേതാവ് ആരാണ്? ആൻസർ രാധാകൃഷ്ണൻ കാക്കശ്ശേരി. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ട് നഗരകേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ആൻസർ ക്വിക്ക് സെർവ്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ തമിഴ്നാട്. മാന്നാർ ഉൾക്കടലിലെയും പാക് ഉൾക്കടലിലെയും സമുദ്ര സമ്പത്തും സമുദ്ര ജൈവ വൈവിധ്യവും സംരക്ഷിക്കുന്നതിനായി രാമനാഥപുരം ജില്ലയിലാണ് തമിഴ്നാട് മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ചത്.